ഹോളിക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാൾ സെപ്റ്റംബർ 13-14 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോണി മേനാച്ചേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 4 വ്യാഴാഴ്ച രാവിലെ 6:30 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സെപ്റ്റംബർ 12 വൈകിട്ട് 7 ദേവാലയത്തിലെയും ബഹുനില പന്തലിന്റെയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. 13 വൈകിട്ട് 5 നൊവേനയ്ക്കും തിരിതെളിയിക്കൽ ചടങ്ങിനും ശേഷം രാത്രി 7:30 പുഷ്പകുരിശ് എഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിവസമായ 14 ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലുവ ഡി പോൾ വിൻസെൻസൻ സെമിനാരി റെക്ടർ ഫാദർ ബിജു കൂനൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് പ്രതിഷ്ഠ കുരിശ്, നഗരി കാണിക്കൽ, പ്രദക്ഷിണ സമാപനം, വർണ്ണമഴ എന്നിവ നടക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിക്സൺ കാഞ്ഞൂക്കാരൻ, ജനറൽ കൺവീനർ ജോൺ പള്ളിത്തറ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സെബി കള്ളാപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ ആന്റണി കള്ളാപ്പറമ്പിൽ, പോളി പള്ളായി, ബിജു തെക്കേത്തല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ്, കോട്ടപ്പുറം രൂപതയുടെ പിതാവ് കൊടി ഉയർത്തി തിരുനാൾ കർമ്മങ്ങൾക്കും നവനാളിനും ആരംഭം കുറിക്കുകയാണ്. ബാക്കി ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം നമ്മുടെ രൂപതയിൽ പൗരോഹിത്യം സ്വീകരിച്ച 9 നവവൈദികർ നവനാളിന് നേതൃത്വം നൽകി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുകയാണ്. 13-ാം തീയതി രാവിലെ ആഘോഷമായ സമൂഹ ബലിയോടൊപ്പം നമുക്ക് നടത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ഥാപിത കുരിശ് പുറത്തേക്ക് കൂട്ടിൽ നിന്ന് ഇറക്കുന്ന ഒരു കർമ്മം കൂടി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോമിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള കർത്താവ് തൂങ്ങപ്പെട്ട് മരിച്ച കുരിശിൻ്റെ ഒരംശം അടങ്ങിയ തിരുശേഷിപ്പ് നമ്മുടെ വണക്കത്തിനായിട്ട് പുറത്തെടുക്കുന്നത് അന്നേ ദിവസം തന്നെയാണ്. എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളി തന്നെയാണ് മാപ്രാണം കുരിശുമുത്തപ്പൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന ദേവാലയം. 14-ാം തീയതിയാണ് ആഘോഷമായ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ തിരുബലിയും അതുപോലെ തന്നെ തിരുക്കർമ്മങ്ങളും. രാവിലെ തിരുബലിക്ക് നേതൃത്വം നൽകുന്നത് ഈ രൂപതയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഷാജി തെക്കേക്കര.